തൃശ്ശൂരിൽ നല്ല ചൂടത്ത് ഒരു മാർഗ്ഗമില്ലാതെ നിൽക്കായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഒരു മാർഗം കളി പെട്ടത്. നമുക്ക് അവരെ വിശേഷങ്ങളൊന്ന് പോവാം. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. ഇവർ 3ാമത്തെ വർഷമാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം ഏത് സ്കൂളിലാണ് വരുന്നത്? ഞങ്ങൾ ചന്ദ്രാപിനി. ചന്ദ്രാപിനി. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തന്നെ സ്കൂളാണ്. അപ്പോൾ ഇവർ 3ാമത്തെ പ്രാവശ്യം വരുന്നത്. നമ്മൾ അധികം വലിച്ചു നീട്ടണ്ട, നമുക്ക് ഇവരുടെ പെർഫോമൻസ് കാണാം. അതല്ലേ നല്ലത്? തീർച്ചയായും പോട്ടെ പെർഫോമൻസിലേക്ക്. ഓക്കെ. സർപ്രൈസ് ഗിഫ്റ്റ് വളരെ അവിചാരിതമായിട്ട് കൊടുത്തതാണ് ഈ കുട്ടിക്ക്. ചേട്ടന്റെ പേരെന്താ? അതായത് ഇവരുടെ മത്സരം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയ ഗിഫ്റ്റ് ആണല്ലേ? ഇവർക്ക് മത്സരം കണ്ട് ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഈ കുട്ടി ഇവിടെ നിന്നപ്പോ കൊടുത്തൊരു ഗിഫ്റ്റ് ആണിത് കേട്ടോ. വാവ്, അടിപൊളി. ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ചെറിയ കീ ചെയിൻ ആണ്. എന്ത് തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ? സന്തോഷം ഒരുപാട്. വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുട്ടിക്ക് കിട്ടിയതാണ്. അവള് അതും നമ്മുടെ കൈരളി സ്റ്റുഡിയോയിൽ വെച്ച തത്സമയ പ്രേക്ഷകരെല്ലാം കണ്ടുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രോത്സാഹന സമ്മാനം ലഭിക്കുന്നത്. അപ്പോൾ അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ. ആനന്ദം വാരുമാറു മാതകമാർ തിത്തൈതാരാകാശേ നിന്നിങ്ങു ലോകം ചേർന്നു തിത്തൈതകതയ്യത്തെ ആചാരജാടരമാടക്കും പോലെ തിത്തൈതാരാകായാൽ കൂടി പോതിയുന്ന പോൽ തിത്തൈതകതയ്യത്തെ ആത്തുപോൽ ൃദണ്ണന്റെ മുൻപിൽ ചെന്നു തിത്തൈതാരാൽ നിന്നവർ കൈകൾ കൂപ്പി തിത്തൈതകതയ്യത്തെ കീർത്തിച്ചു വാഴിപ്പോ ആറിച്ചാലേ തിത്തൈതാര കൃത്യമിതെല്ലാവർക്കും വേണമെന്ന് തിത്തൈതകതയ്യത്തെ ആ വെട്ടോരു മുനിവരൻ തന്നെ കണ്ട് തിത്തൈതാര കാൽക്കൽ വീണാതു പിടായും ചൊല്ലി തിത്തൈതാര കുമ്പിട്ടു നിന്നവർ കെട്ടും നീക്കി തിത്തൈതകതയ്യത്തെ. വിനിഷ, എന്തായാലും കണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ഇവർ നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പെർഫോം ചെയ്തത്. അപ്പം ഇവർ ഇതിനേക്കാളും ഒരുപാട് മികവോടെ ആയിരിക്കും സ്റ്റേജിൽ പെർഫോം ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഇവരെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. പേര് പറഞ്ഞോ? വൈഷ്ണവി, അനീന, ദേവനന്ദ, വൈഗ, നിയ, കൃഷ്ണപ്രിയ, ദേവിക. എന്തായാലും ഇവരിപ്പോൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ കൈരളി സ്റ്റുഡിയോയിൽ നിന്ന് ഇവർക്കൊരു ഓൾ ദി ബെസ്റ്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇവരെ പറഞ്ഞു വിടാം. തീർച്ചയായും എല്ലാവിധ വിജയാശംസകളും. ഏതായാലും എ ഗ്രേഡും വാങ്ങി തിരിച്ച കൈരളി സ്റ്റുഡിയോയിൽ കൂടെ തന്നെ അത് പ്രേക്ഷകരോട് പറയുകയും ചെയ്യും. ആ സന്തോഷം പറയില്ലേ? ഓക്കെ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.